CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കല്ലടിക്കോട് പുലാപ്പറ്റ കോങ്ങാട് റോഡിൽ ചൂരക്കോട് ഭാഗത്ത് സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് വീട്ടിലേക്ക് ഇടിച്ചു കയറി. ന്യൂ സ്റ്റാർ എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിംഗ് മലപ്പുറം ജില്ലയിൽ ബുധൻ വ്യാഴം ദിവസങ്ങളിലായി നടക്കും. കമ്മീഷനിങ്ങിന് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങൾ സ്വീകരണ വിതരണ കേന്ദ്രങ്ങളിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കും. നാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിൽ ഉൾപ്പെട്ട മുറിയൻകണ്ണി അംഗൻവാടി കെട്ടിടം അതീവ അപകടാവസ്ഥയിലെന്ന് പരാതി. 25 വർഷത്തിലധികം പഴക്കമുള്ള ഈ കെട്ടിടത്തിന്റെ ഭിത്തികളിൽ വലിയ വിള്ളലുകൾ രൂപപ്പെട്ടിരിക്കുകയാണ്. കെട്ടിടത്തിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് നിലവിലെ തകർച്ചയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. നാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിൽ ഉൾപ്പെട്ട മുറിയൻകണ്ണി അംഗൻവാടി കെട്ടിടം അതീവ അപകടാവസ്ഥയിലാണെന്ന് പരാതി. 25 വർഷത്തിലധികം പഴക്കമുള്ള ഈ കെട്ടിടത്തിന്റെ ഭിത്തികളിൽ വലിയ വിള്ളലുകൾ രൂപപ്പെട്ടിരിക്കുകയാണ്. കെട്ടിടത്തിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് നിലവിലെ തകർച്ചയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. കെട്ടിടം ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണെന്നും ഇതിനുള്ളിൽ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കുന്നത് വലിയ സുരക്ഷാ ഭീഷണിയാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. മതിലുകളിലെ വിള്ളലുകൾക്ക് പുറമെ ജനാലകളും വാതിലുകളും തകർന്ന നിലയിലാണ്. നമ്മളെ ഈ അംഗൻവാടിയുടെ കെട്ടിടത്തിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. 10-26 വർഷമായിട്ടുള്ളൊരു കെട്ടിടമാണ്. ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അത്രയും പിഞ്ചു കുട്ടികൾ വരുന്ന ഒരിതും കൂടിയാണ്. അതിൻ്റെ കെട്ടിടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് വീഴാനുള്ള രൂപത്തിലാണ് നിൽക്കുന്നത്. അതേമാതിരി ജനൽ കാര്യങ്ങളില്ല, ഒക്കെ വളരെ ശോചനീയാവസ്ഥയാണ്. അപ്പോൾ അതിനൊരു പുതിയൊരു കെട്ടിടം എത്രയും പെട്ടെന്ന് വരണമെന്നാണ് നാട്ടുകാരുടെ ഒരു ആവശ്യം. ഇതിനിടെ അംഗൻവാടി പരിസരത്തും കെട്ടിടത്തിനുള്ളിലും പലതവണയായി പാമ്പുകളെ കണ്ടത് വലിയ പരിഭ്രാന്തിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കുട്ടികൾ കളിക്കുന്നതിനിടയിലും പാമ്പിനെ കണ്ടതോടെ ജീവനക്കാരും കുട്ടികളും ഒരുപോലെ ഭീതിയിലാണ്. ഇവിടെ കെട്ടിടമൊക്കെ വളരെ ശോചനീയസ്ഥയിലുള്ളത്, മഴ പെയ്താലൊക്കെ പൊളിഞ്ഞിടുന്ന അവസ്ഥയിലുള്ളത്. കുട്ടികൾ പാമ്പും ഇതൊക്കെ ഉണ്ട്, ജൈവജന്തുക്കളൊക്കെ ഉണ്ട്. വളരെ ശോചനീയ പുതിയൊരു കെട്ടിടം വേണമെന്നുള്ള ഇതിലാണ് നിൽക്കുന്നത്. കുട്ടികളുടെ ജീവൻ പണയപ്പെടുത്തി ഇത്തരം ഒരു കെട്ടിടത്തിൽ അംഗൻവാടി പ്രവർത്തിപ്പിക്കുന്നത് അനുവദിക്കാനാവില്ലെന്നാണ് രക്ഷിതാക്കളുടെ നിലപാട്. അതിനാൽ ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായി സ്ഥല പരിശോധന നടത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും സുരക്ഷിതമായ പുതിയ കെട്ടിടം സജ്ജമാക്കുന്നതുവരെ അംഗൻവാടി താൽക്കാലികമായി ഒരു വാടക കെട്ടിടത്തിലേക്ക് മാറ്റി കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. എൻ്റെ കൊച്ചിവിടെ പഠിക്കുന്നുണ്ട്. ഇവിടെ 5-6 തവണയായിട്ട് പാമ്പിനെ കാണുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് കഴിഞ്ഞ ഒരാഴ്ച മുമ്പായി കുട്ടികളൊക്കെ ഇവിടെ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ കിടക്കുന്ന സമയത്ത് ഫാനിൻ്റെ മുകളിൽ പാമ്പിനെ കാണുകയുണ്ടായി. കാരണം ഇതിന് ജനലുകളോ അടപ്പുകളോ സംവിധാനങ്ങളൊന്നുമില്ല. എല്ലാ നാട്ടിലെ അംഗനവാടികൾ ഹൈടെക് ആകുന്ന സമയത്ത് നമ്മളിവിടുത്തെ അംഗനവാടി എപ്പോഴും തകർന്നു വീഴുന്ന രീതിയിൽ അശാസ്ത്രീയപരമായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഫൗണ്ടേഷൻ അകന്നിട്ടുണ്ട്, ചുമരിന് വിളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു പരിഹാരം കണ്ടുകൊണ്ട് നല്ല ഒരു ബിൽഡിംഗ് ഉണ്ടാവണം എന്നുള്ള ഒരു അഭിപ്രായമാണ് നമുക്കുള്ളത്. CCN ചെത്തല്ലൂർ. തൂതപൂരത്തിന് ഇത്തവണയും ഗജവീരൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എത്തും. ഇക്കുറി 10 ലക്ഷം രൂപയ്ക്ക് ലേലം വിളിച്ചെടുത്തത് B വിഭാഗത്തിലെ മൂച്ചിത്തോട്ടം പൂരാഘോഷ കമ്മിറ്റിയാണ്. മാങ്ങോട് പൂരത്തിനും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എത്തുന്നുണ്ട്. ഏക്കത്തുക 6,15,000 രൂപയാണ്. ഇതാദ്യമായാണ് മൂച്ചിത്തോട്ടം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ എഴുന്നള്ളിപ്പിനെത്തിക്കുന്നതെന്ന് പൂരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി C അനന്തനാരായണൻ എന്നിവർ അറിയിച്ചു. തൂതപൂരത്തിലെ സ്ഥിര സാന്നിധ്യമാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. തെച്ചിക്കോട്ടുകാവ് ദേവസ്വം ഓഫീസിൽ നടന്ന ലേലം വിളിയിൽ തൂതപൂരം B വിഭാഗത്തിലെ വടക്കുമുറി ദേശം, കിഴക്കേ തെക്കുമുറി ദേശം പൂര കമ്മിറ്റികളും പങ്കെടുത്തിരുന്നു. കഴിഞ്ഞ വർഷം B വിഭാഗത്തിലെ വടക്കുമുറി ദേശം 12,12,122 രൂപയുടെ റെക്കോർഡ്
റെക്കോർഡ് ഏക്കത്തിന് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ ലേലം വിളിച്ചെടുത്തിരുന്നു. 2024 കിഴക്കേ തെക്കുമുറി ദേശമാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ തൂതപൂരത്തിന് എത്തിച്ചിരുന്നത്. മെയ് 12-നാണ് തൂതപൂരം. മാങ്ങോട് ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിനും എത്തുന്നുണ്ട് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. മാങ്ങോട് ദേശം പടിഞ്ഞാറൻ വേലയിൽ ക്ഷേത്ര ചരിത്രത്തിലെ റെക്കോർഡ് ഏക്കത്തിനാണ് രാമചന്ദ്രനെ ലേലം വിളിച്ചെടുത്തത്. ഏക്കത്തുക 6,15,000 രൂപയാണ്. ഏപ്രിൽ 1-നാണ് പൂരം. CCN ചെർപ്പുളശ്ശേരി. തച്ചനാട്ടുകര ചോളോട് വളവിൽ സ്കൂൾ ബസും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റു. ചൊവ്വാഴ്ച ഉച്ചയോടെയായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട ബൈക്ക് സ്കൂൾ ബസിന്റെ മുൻഭാഗത്തേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ആറ്റാശ്ശേരി പറമ്പിൽ പീടികയിൽ ഹുസൈന്റെ മകൻ റിഷാലിനാണ് പരിക്കേറ്റത്. ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ മുൻവശത്തെ ഗ്ലാസിൽ തലയിടിച്ച റിഷാലിന്റെ മൂക്കിന്റെ എല്ലിന് പൊട്ടലുണ്ട്. ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് ഇദ്ദേഹത്തെ മണ്ണാർക്കാട് മദർ കെയർ ആശുപത്രിയിൽ എത്തിച്ചു. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി മാങ്ങോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പനാങ്കുന്നിലെ കോഴിക്കടയിൽ സെയിൽസ്മാനായി ജോലി ചെയ്യുന്ന റിഷാൽ ചോളോട് ഭാഗത്തുള്ള തന്റെ കോഴി ഫാമിലെ തൊഴിലാളികൾക്ക് ഭക്ഷണം നൽകി മടങ്ങുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. CCN ചെത്തല്ലൂർ. കല്ലടിക്കോട് പുലാപ്പറ്റ കോങ്ങാട് റോഡിൽ ചൂരക്കോട് ഭാഗത്ത് സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് വീട്ടിലേക്ക് ഇടിച്ചു കയറി. ന്യൂ സ്റ്റാർ എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. റോഡിലെ ചെറിയ വളവിൽ വെച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് പാഞ്ഞു കയറി വീടിന്റെ വരാന്തയിലേക്ക് ഇടിക്കുകയായിരുന്നു. ബസ് മറിയാതിരുന്നതും അപകട സമയത്ത് ബസ്സിൽ യാത്രക്കാർ കുറവായിരുന്നതും വലിയൊരു ദുരന്തം ഒഴിവാക്കി. പരിക്കേറ്റ യാത്രക്കാരുടെ പരിക്ക് നിസ്സാരമാണെന്നാണ് പ്രാഥമിക വിവരം. CCN ചെത്തല്ലൂർ. ഇലുമ്പുലാശ്ശേരി നാലുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. വൈകിട്ട് 5 മണിയോടെ കാളവേല ഇളക്കലും തുടർന്ന് ദേശവേള ഇളക്കലും ദേശപൂര സംഗമവും നടന്നു. പതിമൂന്ന് ദേശവേലകളും 12 കാളവേലകളും ഉത്സവത്തിന് മിഴിവേകി. രാവിലെ പുലാപ്പറ്റ രാജൻ നായരുടെ നേതൃത്വത്തിലുള്ള പഞ്ചാരിമേളം, രാത്രി പെരിന്തൽമണ്ണ പ്രണവത്തിന്റെ ഭജൻസ് എന്നിവയുമുണ്ടായി. CCN കടമ്പഴിപ്പുറം. മലപ്പുറം ജില്ലയിൽ ഗാർഹിക പാചകവാതക സിലിണ്ടറുകളുടെ ലഭ്യതയിൽ ആശങ്ക വേണ്ടെന്നും ഗാർഹിക പാചകവാതക ദൗർബല്യമില്ലെന്നും ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ പറഞ്ഞു. പൊതുവിതരണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ഓയിൽ ഏജൻസികളുടെയും യോഗം ചേംബറിൽ നടന്നു. ബുക്ക് ചെയ്തിട്ടുള്ള എല്ലാവർക്കും യാതൊരു തടസ്സവും കൂടാതെ ഗ്യാസ് സിലിണ്ടറുകൾ ബന്ധപ്പെട്ട ഏജൻസികൾ വഴി വീടുകളിൽ എത്തിച്ച് വിതരണം നടത്തുന്നുണ്ടെന്ന് കലക്ടർ പറഞ്ഞു. സർക്കാർ നിർദ്ദേശപ്രകാരം 100% മുൻഗണന നൽകി ആശുപത്രികൾ, അംഗൻവാടികൾ, ഇൻഡസ്ട്രിയൽ ക്യാന്റീനുകൾ, സ്കൂൾ കോളേജ് ഹോസ്റ്റലുകൾ, കമ്മ്യൂണിറ്റി കിച്ചൺ, സുഭിക്ഷ ഹോട്ടൽ, വൃദ്ധസദനങ്ങൾ, അനാഥാലയങ്ങൾ എന്നിവയ്ക്കും 40% മുൻഗണനയിൽ റെസ്റ്റോറന്റുകൾ, സർക്കാർ തദ്ദേശ ക്യാന്റീനുകൾ, ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകൾ, സ്ഥാപനങ്ങൾ നടത്തുന്ന കിച്ചണുകൾക്കും സിലിണ്ടർ നൽകാൻ ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റി ഓയിൽ കമ്പനികൾക്കും ഏജൻസികൾക്കും നിർദ്ദേശം നൽകി. ഗാർഹിക പാചകവാതകത്തിന്റെ ദുരുപയോഗം, പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത തുടങ്ങിയവ തടയാനായി താലൂക്ക് സപ്ലൈ ഓഫീസർ, ലീഗൽ മെട്രോളജി, പോലീസ് തുടങ്ങിയ വകുപ്പുകൾ കർശന പരിശോധന തുടരണമെന്നും കലക്ടർ നിർദ്ദേശിച്ചു. CCN മലപ്പുറം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിംഗ് മലപ്പുറം ജില്ലയിൽ ബുധൻ, വ്യാഴം ദിവസങ്ങളിലായി നടക്കും. കമ്മീഷനിംഗ് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങൾ സ്വീകരണ വിതരണ കേന്ദ്രങ്ങളിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കും. സ്ഥാനാർത്ഥികളുടെ പേര്, ചിഹ്നം, ഫോട്ടോ എന്നിവയടങ്ങിയ ബാലറ്റ് ലേബലുകൾ EVM ബാലറ്റ് യൂണിറ്റുകളിൽ പതിച്ച് സീൽ ചെയ്യുന്നതാണ് കാൻഡിഡേറ്റ് സൈറ്റിംഗ് പ്രക്രിയ.
വോട്ടിംഗ് മെഷീനുകളുടെ സ്വീകരണ വിതരണ കേന്ദ്രങ്ങളിൽ അതത് നിയമസഭാ മണ്ഡലങ്ങളുടെ ചുമതലയുള്ള റിട്ടേണിംഗ് ഓഫീസർ, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ എന്നിവരുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് കമ്മീഷനിംഗ് നടക്കുക. കമ്മീഷനിംഗിന് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങൾ സ്വീകരണ വിതരണ കേന്ദ്രങ്ങളിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കും. ഇവിടെ നിന്നും പോളിംഗ് ദിവസത്തിന്റെ തലേന്ന് ഉദ്യോഗസ്ഥർക്ക് വിതരണം ചെയ്യും. CCN മലപ്പുറം. മുഖ്യമന്ത്രിക്ക് ഒരു ഉമ്മ നൽകിയ 5 വയസ്സുകാരൻ അബ്ദുറഹ്മാൻ ഫിദൽ ഇവിടെയുണ്ട്. ഒറ്റപ്പാലം സ്വദേശികളായ അക്ബർ സിയാസ്, ഫസീല ദമ്പതികളുടെ മകനാണ് ഈ മിടുക്കൻ. ഉമ്മ നൽകുന്ന വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ്. പ്രോട്ടോകോളുകളുടെ ഗൗരവങ്ങൾക്കിടയിൽ നിഷ്കളങ്കമായ സ്നേഹം കൊണ്ട് വേദി കീഴടക്കിയിരിക്കുകയാണ് 5 വയസ്സുകാരൻ അബ്ദുൽ റഹ്മാൻ ഫിദൽ. മുഖ്യമന്ത്രി പിണറായി വിജയന് ഫിദൽ നൽകിയ സ്നേഹചുംബനം ഇതിനോടകം തന്നെ സമൂഹമാധ്യമങ്ങളിൽ തരംഗമായി കഴിഞ്ഞു. ഒറ്റപ്പാലം പട്ടക്കൽ വീട്ടിൽ അക്ബർ സിയാസ്, ഫസീല ദമ്പതികളുടെ മകനാണ് ഈ മിടുക്കൻ. തന്റെ സഹോദരി വരച്ച മുഖ്യമന്ത്രിയുടെ ചിത്രം അദ്ദേഹത്തിന് നേരിട്ട് സമ്മാനിക്കാനാണ് സഹോദരിക്കൊപ്പം ഫിദൽ വേദിയിലെത്തിയത്. ചിത്രം കൈമാറുന്നതിനിടെ ഒട്ടും മടി കൂടാതെ മുഖ്യമന്ത്രിയുടെ കവിളിൽ ഫിദൽ നൽകിയ ഉമ്മ കണ്ടുനിന്നവരിലും അമ്പരപ്പുണ്ടാക്കി. കുട്ടിയുടെ ഈ അപ്രതീക്ഷിത സ്നേഹ പ്രകടനം വലിയ വാത്സല്യത്തോടെയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. ഇനി 1ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന ഫിദലിന് ചെറുപ്പം മുതലേ മുഖ്യമന്ത്രിയോട് വലിയ ഇഷ്ടമാണ്. യാത്രക്കിടയിൽ എവിടെയെങ്കിലും പിണറായി വിജയന്റെ ചിത്രം കണ്ടാൽ വാഹനം നിർത്തി അത് കാണാൻ വാശി പിടിക്കുന്നത് ഫിദലിന്റെ പതിവാണെന്ന് കുടുംബം പറയുന്നു. പക്ഷെ ഈ ഫ്ലെക്സിലും കണ്ടു മാത്രമുള്ളൊരു അനുഭവം മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ അത് നേരിട്ട് കണ്ടപ്പോ അവന് പിണറായി വിജയനെ കണ്ടപ്പോ വളരെ ആവേശം. എന്റെ തോളത്താണ് ഇരുന്നിരുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോ മറ്റേ ചാടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അപ്പൊ കുട്ടികളാണ്ട് കയറി ചെല്ലുമ്പോൾ പിന്നാലെ ഓടി കയറിയിട്ടാണ് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായത്. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് എല്ലാ പാർട്ടി പരിപാടികളിലൊക്കെ പങ്കെടുക്കാറ്. മുൻ ഒറ്റപ്പാലം നഗരസഭ കൗൺസിലർ കൂടിയാണ് ഫിദലിന്റെ പിതാവ് അക്ബർ സിയാസ്. CCN ചാനൽ റിപ്പോർട്ടറായ അരുൺകുമാർ മോഹന വാര്യർ പകർത്തിയ ഈ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വലിയ സ്വീകാര്യത നേടിയിട്ടുണ്ട്. CCN ഒറ്റപ്പാലം. പെരിന്തൽമണ്ണ മണ്ഡലം UDF സ്ഥാനാർത്ഥി നജീബ് കാന്തപുരത്തിന്റെ കുടുംബ സംഗമങ്ങൾ പൂർത്തിയായി. തിങ്കളാഴ്ച പട്ടിക്കാട് ചുങ്കത്ത് നിന്നാണ് പര്യടനം ആരംഭിച്ചത്. നമ്മുടെ നാട്ടിലെ മുഴുവൻ വിദ്യാർത്ഥികളും സ്കൂളുകളിൽ ചെന്ന് അദ്ദേഹം കണ്ടുകൊണ്ട് ഓരോ സ്കൂളിലും കുഞ്ഞുങ്ങളുടെ സ്കൂൾ ക്ലബുകൾ രൂപീകരിച്ചത്. ആ ക്ലബുകളിലൂടെ LSSന്റെയും USSന്റെയും പഞ്ചായത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ഇനി നടപ്പിലാക്കേണ്ട വികസന പ്രവർത്തനങ്ങളും പര്യടനത്തിൽ ചർച്ചയായി. പൊതുജനങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾക്ക് മുന്തിയ പരിഗണന നൽകുമെന്ന് നജീബ് കാന്തപുരം അറിയിച്ചു. കുടുംബയോഗങ്ങൾക്കിടയിലുള്ള ഇടവേളകളിൽ മുതിർന്ന വോട്ടർമാരെയും കിടപ്പിലായ രോഗികളെയും നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനും അനുഗ്രഹം തേടാനും സ്ഥാനാർത്ഥി സമയം കണ്ടെത്തി. കുറിക്കുന്ന്, പള്ളിപ്പടി, പീടികപ്പടി, ഈസ്റ്റ് മണ്ണാർമല, പച്ചേരി, വലിയ തൊടിക്കുന്ന്, കാര്യവട്ടം, തേലക്കാട്, ചെങ്ങരക്കുന്ന് എന്നിവിടങ്ങളിൽ സ്ഥാനാർത്ഥി വോട്ടർമാരെ നേരിൽ കണ്ട് പിന്തുണ തേടി. CCN മണ്ണാർക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കല്ലടിക്കോട് പുലാപ്പറ്റ കോങ്ങാട് റോഡിൽ ചൂരക്കോട് ഭാഗത്ത് സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് വീട്ടിലേക്ക് ഇടിച്ചു കയറി. ന്യൂസ് സ്റ്റാർ എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിംഗ് മലപ്പുറം ജില്ലയിൽ ബുധൻ, വ്യാഴം ദിവസങ്ങളിലായി നടക്കും. കമ്മീഷനിംഗിന് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങൾ സ്വീകരണ വിതരണ കേന്ദ്രങ്ങളിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കും. നാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ 13ാം വാർഡിൽ ഉൾപ്പെട്ട മുറിയൻകണ്ണി അംഗൻവാടി കെട്ടിടം അതീവ അപകടാവസ്ഥയിലെന്ന് പരാതി. 25 വർഷത്തിലധികം പഴക്കമുള്ള ഈ കെട്ടിടത്തിന്റെ ഭിത്തികളിൽ വലിയ വിള്ളലുകൾ രൂപപ്പെട്ടിരിക്കുകയാണ്. കെട്ടിടത്തിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് നിലവിലെ തകർച്ചയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.